ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബേവ്കോ LDC എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യലായിട്ട് വരുന്ന ഒരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ്. ഇപ്പോൾ സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ വർക്കിംഗ് വുമൻസിനുമായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സ്റ്റഡി പ്ലാൻ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിലിമിനറി ആയിട്ടുള്ള എക്സാമിനേഷൻസ് ഒന്നും തന്നെ ഇല്ല. ആകെ ഒരു എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ബേവ്കോയിലാണ് ഒരു 2 tiers ഓഫ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ 2 tier ഓഫ് എക്സാമിനേഷൻസ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. അപ്പോൾ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റിൻ്റെ സ്റ്റഡി പ്ലാൻ പറയുന്നത്, അതായത് ഇപ്പം വർക്കിന് പോകുന്ന ആളുകളാണെങ്കിൽ, ഇപ്പം എന്താ പറയുക, വിമൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ കുറച്ച് പണി കാര്യങ്ങൾ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാവും അല്ലേ. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കുക, അങ്ങനെ കുറച്ച് രാവിലെ എന്ന് പറയുന്നതും അതേപോലെ തിരിച്ച് വീട്ടിൽ വന്നാലും അവർക്ക് കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ളത് അല്ലേ. അതേപോലെ തന്നെ നമ്മളിപ്പം വർക്കിംഗ് ഒന്നും പോകുന്നില്ല, പക്ഷെ എന്നാലും വീട്ടിലിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ കൂടിയിട്ടും ഈ പറയുന്ന വീട്ടുജോലികൾ, കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാടായിരിക്കും ഈ പറയുന്ന എക്സാംസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക, ഒരു ദിവസം ഒരു 4 മണിക്കൂറൊക്കെ നമ്മൾ ഈ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഒരു ദിവസം 4 മണിക്കൂറാണെങ്കിൽ എക്സാമിനേഷൻ എങ്ങനെ വന്നാലും ഒരു മെയ് ജൂൺ ആ ഒരു സമയം വരും അല്ലേ. ആ ഒരു സമയം വരെയാണ് നിങ്ങളുടെ എന്താ പറയുക ഈ പറയുന്ന സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഒരു ദിവസം 4 മണിക്കൂർ എന്ന് പറയുന്ന പഠനം എത്ര എഫക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ഭാഗങ്ങൾ നോക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് പ്രീ പ്ലാൻ ചെയ്യാൻ കൂടിയിട്ടാണ് ഇപ്പോൾ മിസ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ രാവിലെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മാത്സിനാണ് കുറച്ച് കൂടുതൽ വെയിറ്റേജ് വരുന്നത് അല്ലേ. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇപ്പം എന്താ പറയുക, നമ്മുടെ ബേവ്കോയുടെ ആണെന്നുണ്ടെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണെങ്കിലും സിലബസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാത്സ്, അതേപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക നമ്മുടെ റീസണിങ് എബിലിറ്റി, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് കുറച്ച് വെയിറ്റേജ് കൂടുതൽ. അത് കഴിഞ്ഞ് നമ്മുടെ കറണ്ട് അഫയേഴ്സിനൊക്കെയാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ, അതായത് നിങ്ങളൊരു 4 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ 4 മണി മുതൽ ഒരു 5 മണി വരെ ഒരു ദിവസം നിങ്ങൾ മാത്സോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റീസണിങ് എബിലിറ്റിയോ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം രാവിലെ എന്താ പറയുക ഈ 4 മണി ടു 5 മണി മാത്സിനാണെങ്കിൽ ബാക്കി വരുന്ന ഒരു ½ an hour നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാൻ നോക്കുക. ഇപ്പം ഇംഗ്ലീഷ് എന്താ പറയുക, നമുക്ക് അത്യാവശ്യം ബേസിക്സ് ഒക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ കൂടിയിട്ടും നിങ്ങൾ ഗ്രാമറിലേക്ക് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അങ്ങനെ ആ ഒരു ½ an hour കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ രാവിലെ ഈ പറയുന്ന മാത്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോമ്പിനേഷനാണ് ഞാൻ മൺഡേയിലേക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മൺഡേ ടു എന്താ പറയുക സാറ്റർഡേ വരെയുള്ള ഒരു ഏതൊക്കെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ രാവിലെയാണോ രാത്രിയാണോ ഒക്കെ പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പം ഈ ഒരു ചാർട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന മാത്സും ഇംഗ്ലീഷും നിങ്ങൾ രാവിലെ ഒരു 4 to 5:30 ആ ഒരു ടൈമിൽ പഠിച്ചു തീർക്കാൻ നോക്കുക. മാത്സ് നിങ്ങൾ എന്താണെങ്കിലും ഒരു 1 hour എടുക്കണം. മാത്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് പഠിക്കാനായിട്ടുള്ളൊരു ഇതില്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക മാത്സ് ഇന്ന് വേണ്ടെന്ന് വേറെ എന്തെങ്കിലും എടുക്കുകയെന്നാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ന്യൂമറിക്കൽ എബിലിറ്റി എടുത്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി അത് കഴിഞ്ഞ് മൺഡേ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഭൂമിശാസ്ത്രം. അത് നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് 9 മണി മുതൽ 11:30 വരെയാണ്. നിങ്ങൾ ഇത് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 9 മുതൽ 10:30 വരെ പഠിച്ചാലും ബാക്കി വരുന്ന സമയം നിങ്ങൾ രാവിലെ ഈ മാത്സും ഇംഗ്ലീഷും പഠിച്ചിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര ഭാഗം തീർക്കാമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ വൈകിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന 9 to 11:30 PM എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാതെ മിസ് ചെയ്ത് പോയിട്ടോ, രാവിലെ പഠിക്കാതെ നമ്മൾ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിനിടയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്സ് രാവിലെ നമുക്ക് നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പെൻഡിങ് വന്ന കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഈവനിങ് ടൈമിൽ നോക്കാം. അപ്പം ഒരു ദിവസം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അന്ന് തന്നെ എന്ത് ചെയ്യാം, ചെയ്തു തീർക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ട്യൂസ്ഡേയിലേക്ക് വരുമ്പോഴും സെയിം തന്നെയാണ്.
മാത്സും മലയാളവുമാണ് രാവിലെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മാത്സ് ഞാൻ പറഞ്ഞു, മാത്സ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ റീസണിങ് അബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന സാറ്റർഡേ വരെ രാവിലെ ഈ പറയുന്ന മാത്സ് ഓർ റീസണിങ് അബിലിറ്റി നിങ്ങൾ നോക്കണം. ഇനി ഈ മാത്സും മലയാളം കോമ്പിനേഷൻ രാവിലെ കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടത്തേക്ക് വരുമ്പം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടന. അത് അത്യാവശ്യം ഉണ്ട് പഠിക്കാനായിട്ട് അല്ലേ. അപ്പം അതിൽ നിങ്ങൾ ഒരു ദിവസം എനിക്ക് ഇത്ര ടോപ്പിക് അല്ലെങ്കിൽ ഈ പറയുന്ന ട്യൂസ്ഡേ ഇത്ര ടോപ്പിക്സ് എനിക്ക് ഈ പറയുന്ന ഭാഗത്തു നിന്നും പഠിച്ചു തീർക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ റിവിഷൻ എന്ന് പറഞ്ഞ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ രാവിലെ പഠിച്ചിട്ടുള്ള രണ്ടുപേരെയും വൈകിട്ട് പഠിച്ചിട്ടുള്ള ഒരാളും നമ്മുടെ ഈ ടോപ്പിക്സ് നിങ്ങൾ വെച്ച് പഠിച്ച് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാം രാവിലെ പഠിച്ചത് എന്തായിരുന്നു. അപ്പം നമുക്ക് എന്താ ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് നമുക്കൊരു ലോങ് ടേം മെമ്മറിയിലേക്ക് ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമുക്കൊന്ന് പ്രോപ്പറായിട്ട് ഇതിലേക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ഈ റിവിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് മാക്സിമം നിങ്ങൾ തന്നെ ഒന്ന് നോക്കി, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ ആ ഒരു തന്നിട്ടുള്ള ആ ഒരു ദിവസം നിങ്ങൾ ആ ടോപ്പിക്ക് മാത്രം നോക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ടോപ്പിക്സ് വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് പഠിച്ചു തരാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ആ ദിവസം പഠിക്കേണ്ടത് നമുക്ക് പെൻഡിങ് വയ്ക്കാൻ പറ്റില്ല. അന്ന് പഠിക്കാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടോപ്പിക്സുകൾ അന്ന് തന്നെ പഠിച്ചു തീർക്കുക കേട്ടോ. ഇനി വെനസ്ഡേയിലേക്ക് വരുമ്പം രാവിലെ മാത്സ് മാത്രമേ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനായിട്ട് എന്താ പറയുക മലയാളമോ ഇംഗ്ലീഷോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ നിങ്ങൾ ഈവനിങ്ങിൽ ഹിസ്റ്ററി നോക്കുക. ഹിസ്റ്ററി അത്യാവശ്യം വാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ രാവിലെ നിങ്ങൾ 1 hour മാത്സ് പഠിച്ചതിന് ശേഷം നമുക്കൊരു ½ hour ഉണ്ടാവുമല്ലോ. ആ ½ hour ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ടോപ്പിക് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഇപ്പോൾ വൈകിട്ട് ആ ഹിസ്റ്ററിയുടെ ബാക്കിയും കൂടി പഠിക്കുമ്പം അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യും, ആ എന്താ പറയുക ഉള്ള ഹിസ്റ്ററി ടോപ്പിക്സ് നമ്മൾ മാക്സിമം കവർ ചെയ്യാനായിട്ട് എന്തായാലും സാധിക്കും. ഇനി അത് കഴിഞ്ഞ് തേഴ്സ്ഡേയിലേക്ക് വരുമ്പം മാത്സും ഇംഗ്ലീഷുമാണ് രാവിലെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച് ഇട്ടിട്ടുള്ളത്. ഈവനിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ധനതത്വ ശാസ്ത്രമാണ് ഇട്ടിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. അതായത് മാത്സ് രാവിലെ 1 hour പോവുകയാണെങ്കിൽ ഈ എന്താ പറയുക വൈകിട്ട് വരുന്ന ടോപ്പിക്സിലെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് രാവിലെ തന്നെ പഠിച്ചു തീർക്കാം. നമ്മൾ പഠിക്കാനെടുക്കുമ്പം ഇത് വളരെയധികം ഡിഫിക്കൽട്ടായുള്ള ടോപ്പിക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് നമുക്ക് രാവിലെ പഠിക്കാം. രാവിലെ നമ്മൾ മലയാളവും ഇംഗ്ലീഷും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ച് താഴത്തേക്ക് അല്ലെങ്കിൽ തിരിച്ച് വൈകിട്ടത്തേക്കുള്ള ഇതിലേക്കും ഇടാം. ഇനി ഫ്രൈഡേയിലേക്ക് വരുമ്പോഴെന്താ മാത്സും സയൻസുമാണ്. സയൻസ് നിങ്ങൾക്കറിയാം, നാച്ചുറൽ സയൻസ് ഉണ്ട് അല്ലേ. അതായത് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന ബേസിക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ ഫസ്റ്റ് പഠിക്കാൻ താല്പര്യം അത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ രാവിലെ മാത്സ് മാത്രമേ ഉള്ളൂ. മാത്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ മാത്സോ അല്ലെങ്കിൽ ഈ പറയുന്ന റീസണിങ് അബിലിറ്റിയോ പഠിക്കാം. ഇനി അത് കഴിഞ്ഞ് സാറ്റർഡേയിലേക്ക് വരുമ്പം സാറ്റർഡേ എന്താ പറയുക രാവിലെ നമ്മൾ കമ്പ്യൂട്ടറാണ് ഇടുന്നത്. അപ്പം നമുക്കറിയാം, നിങ്ങൾ സിലബസിൽ കൂടി ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന കമ്പ്യൂട്ടർ വിവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഈ പറയുന്ന മാത്സിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ഇട്ടെന്നുള്ള റീസൺ അതാണ്. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാത്സിൻ്റെ കൂടെ ഇപ്പം ഒന്നും ഇടാതെ നമ്മൾ വെച്ചിട്ട്, അതായത് ഇപ്പം മാത്സിൻ്റെ കൂടെ നമുക്ക് വേറെ കോമ്പിനേഷൻ ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ. അതായത് ഫ്രൈഡേ രാവിലെ വേണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കമ്പ്യൂട്ടർ ആണെങ്കിൽ സ്വിച്ച് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി അത് കഴിഞ്ഞ ശേഷം അതിൽ വൈകിട്ട് വരുന്നത് സുപ്രധാന നിയമങ്ങൾ അല്ലെങ്കിൽ കേരള ഭരണവും ഭരണ സംവിധാനവും. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന ഒരു ഭാഗമാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഏതാണോ പഠിക്കാനായിട്ട് ഇഷ്ടം അത് നിങ്ങൾ പഠിക്കുക. ഇനി ലാസ്റ്റ് സൺഡേയിലേക്ക് വരുമ്പം റിവിഷൻ മാത്രമാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന മൺഡേ മുതൽ സാറ്റർഡേ വരെ എന്താണോ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് ഈ സൺഡേ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ വെച്ചിട്ടുണ്ട്. അത് രാവിലെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ വൈകിട്ട് നമ്മൾ റിവിഷൻ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ സൺഡേ ഈ 1 വീക്ക് എടുത്ത കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. അപ്പം ഈ സൺഡേ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചെയ്യാം. പഠിച്ച ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആ സമയത്തിരുന്ന് ചെയ്യാം. അപ്പോൾ ആ 1 വീക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യവും കൂടി നമ്മൾ സൺഡേ റിവൈസ് ചെയ്യുമ്പം അത് നമുക്ക് മനഃപ്പാടമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിലെ എന്താ പറയുക ഒരു സ്റ്റഡി എന്താ പറയുക ടൈം ടേബിൾ എന്നൊക്കെ പറയാം അല്ലേ, ഒരു സ്റ്റഡി പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ. ഇനി
അത് കഴിഞ്ഞ് വരുന്നതാണ് ബേവ്കോ LDCയുടെ സ്റ്റഡി പ്ലാൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു ബേവ്കോ LDCയിൽ 2 tier എക്സാംസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ആണ് മിസ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ചില എന്താ പറയുക, ചില ആൾക്കാർ ഈ പറയുന്ന ഏതെങ്കിലും ഒരു എക്സാമായിരിക്കും എഴുതുന്നത്, ഇല്ലെങ്കിൽ ചില ആളുകൾ ഇത് രണ്ടും എഴുതാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പം അങ്ങനെ എഴുതുവാണെങ്കിൽ ഈ 2 എണ്ണത്തിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ടുള്ളത്. അപ്പം മൺഡേ തന്നെ രാവിലെ നിങ്ങൾക്കറിയാം എല്ലാ ദിവസവും രാവിലെ മാത്സ് ഉണ്ട് ഇല്ലേ. ഇനി മൺഡേ ആണെങ്കിൽ നമ്മൾ ഭൂമിശാസ്ത്രം ഇട്ടിട്ടുണ്ട്. അതെന്താ 9 to 11:30 PM വൈകിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഭൂമിശാസ്ത്രം. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൽ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഈ 2 കാര്യം അല്ലെങ്കിൽ ഈ 2 ലാംഗ്വേജസിന്റെ എക്സാം ഈ പറയുന്ന ബേവ്കോ LDCയിൽ പ്രിലിമിനറിയിൽ ഇല്ല. അപ്പം അതുകൊണ്ട് അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. അപ്പം രാവിലെ ഫുൾ മാത്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 4 മണി മുതൽ 5:30 വരെ ഈ പറയുന്ന മാത്സ് തന്നെ പഠിക്കാം, മാത്സ് അല്ലെങ്കിൽ റീസണിങ് അബിലിറ്റി. ഇനി 9 മണി മുതൽ 11:30 വരെ ഭൂമിശാസ്ത്രം. അടുത്ത ദിവസം അതായത് ട്യൂസ്ഡേയിലേക്ക് വരുമ്പം നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞാണ് ചരിത്രം, പിന്നെ കേരളം എന്ന് ഞാൻ ഇട്ടത് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് കുറേ ടോപ്പിക്സ് ഉണ്ടാവും. അപ്പം അതിൽ നിങ്ങൾക്ക് ഏതാണോ ആദ്യം പഠിക്കാൻ ഇഷ്ടമുള്ളത് അതനുസരിച്ച് പഠിക്കാനാണ് കേട്ടോ. അത് കഴിഞ്ഞാണ് സയൻസ്. വെള്ളിയാഴ്ചയാണ് സയൻസ് വരുന്നത്. ഇനി സാറ്റർഡേയിലേക്ക് വരുമ്പം വീണ്ടും മാത്സും കേരളവും തന്നെയാണ്. ഇനി ലാസ്റ്റ് സൺഡേ നമ്മൾ നേരത്തെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സൺഡേ വരുന്നത് എന്താ, റിവിഷനാണ്. അപ്പം 2 എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി കുറച്ചും കൂടി എഫക്റ്റീവാണിത്. അപ്പോൾ വർക്കിംഗ് വുമൻസിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് സ്റ്റഡി പ്ലാൻ വർക്കൗട്ട് ആകും. നിങ്ങൾ ആ ഒരു ടൈം കാര്യങ്ങൾ നിങ്ങളുടെ ബാക്കി വരുന്ന ഡെയിലി ഷെഡ്യൂൾസൊക്കെ അതനുസരിച്ച് നിങ്ങളൊന്ന് എന്താ പറയുക നോക്കിയാൽ മതി. ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്ന കുറേ പേരുണ്ട് അല്ലേ. ഇപ്പം നിങ്ങളൊരു കാര്യം നിങ്ങൾ പഠിച്ചു, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അയ്യോ മിസ്സേ ഞാൻ മറന്നുപോയി എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ മറന്നു പോകാതിരിക്കാനായിട്ടുള്ള ഒരു 2-7-30 പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇതൊരു മെത്തേഡാണ് 2-7-30 എന്ന് പറഞ്ഞൊരു മെത്തേഡ്. അതായത് നിങ്ങൾ ഇന്നൊരു കാര്യം പഠിച്ചു, ഇന്ന് നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ച കാര്യം 2 ദിവസം കഴിയുമ്പം അറ്റ്ലീസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. നിങ്ങളത് കുത്തിയിരുന്ന് പഠിക്കണം എന്നല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് എന്താ പറയുക പെട്ടെന്ന് തന്നെ അത് പേജ് മറിച്ച് നിങ്ങൾ കീ നോട്ട്സ് ഒക്കെ എഴുതുന്നുണ്ടാവല്ലോ എല്ലാവരും. കീ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കാം. ഇനി അത് കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിഞ്ഞ ശേഷം അടുത്തത് ഈ പറയുന്ന അതേ റിവിഷൻ തന്നെ നോക്കാം. സെയിം ടോപ്പിക്ക് ഇന്ന് പഠിച്ചു, 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും അതൊന്ന് റിവൈസ് ചെയ്തു, അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഒന്ന് റിവൈസ് ചെയ്തു, അത് കഴിഞ്ഞ് ഒരു 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും അത് റിവൈസ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പഠിച്ച് ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ ഇരിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസും പതിയെ ലോങ് ടേം ആയിട്ട് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് മാറിക്കോളും. അപ്പം അങ്ങനെ നിങ്ങൾ മറന്നുപോയില്ല. ഇതൊരു ടിപ്പ്. വേറൊരു കാര്യം പറഞ്ഞോളെന്ന് പറഞ്ഞാൽ എഴുതി പഠിക്കുക. അതായത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന അത് പോയിന്റ്സ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആളുകളുടെ പേരോ അല്ലെങ്കിൽ വർഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു ഇപ്പം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഇയേഴ്സിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻ വരും. അപ്പം നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അത് ബെറ്റർ ആകും. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി വെക്കുക. അതായത് ഇപ്പം ഒരു കളർ ചാർട്ട് എടുക്കുക, അത് ചെറുതായിട്ടൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഓർമ്മ വരണം. ഇപ്പം എന്താ പറയുക എന്തെങ്കിലും ഒരു ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇയർ അല്ലെങ്കിൽ അതെന്താണ് നടന്നത്, ആരെല്ലാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഈ പറയുന്ന ഒരു ഫ്ലാഷ് കാർഡ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് നിങ്ങൾ വാളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഡെയിലി നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ മനസ്സിലകത്തേക്ക് കയറിക്കോളും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം വളരെ ഹാർഡ് വർക്ക് തന്നെ പഠിക്കണം. പിന്നെ ഈ പറയുന്ന റിവിഷനിൽ അല്ലെങ്കിൽ ഈ മാത്സ് ചില ആളുകൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ ഈ രാവിലെ ഡെയിലി മാത്സ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വിഷയം വേണമെങ്കിൽ എടുത്തിടാം. അങ്ങനെ നിങ്ങൾക്ക് ഇത് മാറ്റാം. ഇത് ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് പറഞ്ഞതാണ്.
ഇനി ഈ സ്റ്റഡി പ്ലാൻ എല്ലാ ആളുകൾക്കും ഫോളോ ചെയ്യാൻ പറ്റണം എന്നില്ല. ചില ആളുകൾക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എന്താ പറയുക പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ. ചില ആളുകൾക്ക് മിഡ് നൈറ്റ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആണ് കുറച്ചും കൂടി എളുപ്പം. അപ്പം നിങ്ങളുടെ എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതുമായിട്ടുള്ള സമയം അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ക്രമീകരിക്കാം. അപ്പോൾ ഈ പറയുന്നത് എല്ലാവർക്കും എന്താ പറയുക എഫക്റ്റീവ് അല്ല, എന്താ പറയുക കംഫർട്ടബിൾ ആവില്ല എന്നാണ് ഉദ്ദേശിച്ചത് സമയത്തിൻ്റെ കാര്യങ്ങളിലും അതുപോലെ വിഷയങ്ങളുടെ കാര്യങ്ങളിലും. പക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 4 hours എന്താണെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കാന്നല്ല, പഠിച്ചേ മതിയാകൂ. അപ്പം ഇത്രയുമാണ് മിസ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പ്രോപ്പർ എന്താ പറയുക PSC എക്സാമിനേഷൻസ് അല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസ് ഉണ്ട്. ഈ എല്ലാ എക്സാമിനേഷൻസിനും വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസും അതേപോലെ തന്നെ ക്ലാസ്സസും നമ്മൾ മിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒന്നില്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ കയറിയിട്ട് ഈ പറയുന്ന കോഴ്സസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ഫോമിൽ ഫില്ല് ചെയ്യുക, നമ്മൾ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നന്നായി പഠിക്കാമെന്ന് വിഷ് ചെയ്യുന്നു. സോ താങ്ക് യു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മികച്ച പഠനം മിൻറ്റിനൊപ്പം. അത് സ്റ്റോപ്പ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല മൗസിൽ.